അല്ലാഹുവേ, നീ ഞങ്ങളുടെ മജ്‌ലിസുകളിലൊക്കെ ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഈ ദിക്ർ ചൊല്ലിയ സഹാബി ഒറ്റ ദിവസം കൊണ്ട് സമ്പന്നനായി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾക്ക് വ്യത്യസ്തമായ വിഷമങ്ങൾ വരുമ്പോൾ, പല പല സഹാബത്തിന് പല പല വിഷമങ്ങൾ കടന്നു വരുമ്പോൾ അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ഒരു വിഷമം ഒരു സഹാബിക്ക് വന്നപ്പോൾ ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷമം പങ്കുവച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ദിക്ർ പറഞ്ഞു കൊടുക്കുകയും ആ ദിക്ർ ചൊല്ലുകയും ഒരു രാത്രി കൊണ്ട് ആ സഹാബി വലിയ സമ്പന്നനായി മാറുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വന്ന് ആ വിഷമം പങ്കുവച്ചപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിക്ക് പറഞ്ഞു കൊടുത്ത ദിക്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിച്ചാലും അല്ലാഹുവിന്റെ ഖദർ ഇല്ലാതെ ഒന്നും നടക്കുകയില്ല. നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാം, റബ്ബേ, നീ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ആപത്തുകളെല്ലാം തട്ടി നീക്കി അനുഗ്രഹങ്ങളുടെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമുക്ക് പടച്ചവനോട് ദുആ ചെയ്യാം. അവന്റെ ഖദർ ഇല്ലാതെ അവന്റെ വിധി ഏതാണോ അത് മാത്രമാണ് ഈ ഭൂമിയിൽ നടക്കുക. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈർ നൽകണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലുള്ള സഹാബി പറഞ്ഞ സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ്. മഹാനായ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് തന്റെ വിഷമം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ മകൻ സാലിം ബിൻ ഔഫ് എന്നോടുകൂടെ യുദ്ധത്തിന് വന്നവനാണ്. എൻ്റെ മകൻ ഒഴിച്ച് എൻ്റെ കൂടെ യുദ്ധത്തിന് വന്ന ആളുകൾ മുഴുവനും തിരിച്ചു വന്നു യാ റസൂലല്ലാഹ്. എൻ്റെ മകൻ മാത്രം വന്നില്ല നബിയേ, അവനെ യഹൂദികൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് യാ നബിയല്ലാഹ്. എനിക്ക് വല്ലാത്ത വിഷമമാണ്, അതുപോലെ തന്നെ എൻ്റെ ഭാര്യയും വല്ലാത്ത വിഷമത്തിലാണ് യാ റസൂലല്ലാഹ്. ഞങ്ങളൊരു പാവപ്പെട്ട കുടുംബമാണ് യാ ഹബീബല്ലാഹ്. അവന്റെ വരുമാനമാണ് നബിയേ ഞങ്ങൾക്കുള്ളത്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനോട് ആ സഹാബിയുടെ വിഷമം പങ്കുവെക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഓ ഔഫേ, നീ നിന്റെ ഭാര്യയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, لا حول ولا قوة إلا بالله العلي العظيم، لا حول ولا قوة إلا بالله العلي العظيم، لا حول ولا قوة إلا بالله العلي العظيم. എന്ന ഈ ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, മഹാനായ ആ സഹാബിക്ക് വിഷമം വന്നപ്പോൾ, അതും ജീവിതത്തിൽ വലിയൊരു വിഷമം വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് പങ്കുവെച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ഈ ദിക്ർ നീ നിന്റെ ഭാര്യയെ അധികരിപ്പിക്കാൻ പറയുകയാണ്. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിന്റെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരുന്നതാണ്. നിന്റെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതാണ്. നിന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം അല്ലാഹു തരുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദിക്ർ പറഞ്ഞു കൊടുത്തപ്പോൾ ആ സഹാബിയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ ദിക്ർ ധാരാളം ചെല്ലാൻ തുടങ്ങി. മുത്തനബി തങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്, ആ ദിക്ർ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ പാതിരാത്രിയായപ്പോൾ ആ വാതിലിൽ ആരോ പൊട്ടുന്ന ശബ്ദം കേട്ടു. അങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പോൾ തന്റെ മകനായ സാലിം ഇബ്നു ഔഫാണ്.
നോക്കുമ്പോൾ ആ മകന്റെ കൂടെ 100ഓളം ഒട്ടകങ്ങളും 400ഓളം ആടുകളും കൂടെയുണ്ട്. ഇതെവിടുന്നാണ് എന്ന് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു, എന്നെ പിടിച്ചു വെച്ചിട്ട് യഹൂദികളെ ഞാൻ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി. എന്റെ ശക്തിയുടെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇതെല്ലാം ഉപേക്ഷിച്ചവർ ഓടിക്കളഞ്ഞു. ആ വസ്തുക്കളെയാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് വാപ്പയോട് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ വാപ്പ ഇലാ ഹദറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയി ഈ സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അവന്റെ കൂടെ 100ഓളം ഒട്ടകങ്ങളും 400ഓളം ആടുകളും ഉണ്ട് യാ റസൂലല്ലാഹ്. അത് എന്ത് ചെയ്യണം നബിയേ? അത് നമുക്ക് ഹലാലാണോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, അത് നിങ്ങൾക്കുള്ളതാണ്. കാരണം യുദ്ധം ചെയ്ത് അവർ പരാജയപ്പെടുമ്പോൾ അവർ ഉപേക്ഷിക്കുന്ന വസ്തുക്കൾ ഹലാലാണ്. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അനുവദനീയമാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി ഉപയോഗിച്ചുകൊള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. അപ്പോൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, ഈ കുടുംബത്തെ ഒറ്റ ദിവസം കൊണ്ട് പണക്കാരനാക്കിയ ഈ ദിക്റാണ്. ഈ ദിക്ർ അധികരിപ്പിച്ചുകൊണ്ടാണ്. ഈ ദിക്ർ അധികരിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹാബിക്കും ആ സഹാബിയുടെ കുടുംബത്തിനും അനുഗ്രഹങ്ങൾ ചെയ്തു എന്ന് മഹാന്മാർ വിശദീകരിച്ച് പറയുകയാണ്. മാത്രമല്ല മഹാന്മാർ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് എടുത്തുകൊണ്ട് പറയുകയാണ്, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചാൽ ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന സർവ്വ കാര്യങ്ങളും പ്രപഞ്ച സൃഷ്ടാവിലേക്ക് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടാൽ നമ്മൾ പോലും അറിയാതെ അല്ലാഹു നമ്മളെ സഹായിക്കുന്നതാണെന്ന് മഹാന്മാര് പറയുന്നു. മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ആ സഹാബിയും ആ സഹാബിയുടെ ഭാര്യയും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ ഒരു രാത്രി വർദ്ധിപ്പിച്ചപ്പോൾ ആ രാത്രി തന്നെ അവരുടെ വീട്ടിന്റെ വാതിലിൽ ഒരാൾ വന്ന് മുട്ടുകയാണ്. സ്വന്തം മകൻ ഇഷ്ടംപോലെ സമ്പത്തോടുകൂടെ വന്ന് മുട്ടുകയാണ്. എന്റെ സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ദിക്റിന്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പലവിധ ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട് അല്ലേ. നിങ്ങൾക്ക് ചെല്ലാവുന്ന എളുപ്പമുള്ള ദിക്റുകളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. വിദേശ രാജ്യങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ട്, രോഗികളുണ്ട്, മക്കൾക്ക് ഇണകൾ ലഭിക്കാത്തവരുണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളിലും പല പ്രയാസങ്ങൾ അനുഭവിക്കപ്പെടുന്നവരുടെ സഹോദരങ്ങൾ. മഹാനായ തരവാവസ്ഥാദ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ പറഞ്ഞില്ലേ, ദാരിദ്ര്യം രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലഹ്യം മുഴുവനും അതിനുള്ളതാ, 99 രോഗത്തിനതു നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. 99 രോഗങ്ങൾക്ക് ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ ഒരു മരുന്നാണ്. അതിലേറ്റവും ലഘുവായത് ടെൻഷൻ അല്ലാഹു മാറ്റുന്നതാണ്. കണ്ടാ നിങ്ങൾ സഹോദരങ്ങളെ, നമുക്കൊക്കെ ഒത്തിരി ടെൻഷനുകളും വിഷമങ്ങളും ഉണ്ടാകും. അപ്പൊ ഈ ദിക്ർ നിങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുക. അല്ലാഹു അത്ഭുതകരമായ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുന്നതാണ്. വിഷമമുള്ളവർ, രോഗികൾ, ടെൻഷൻ ഓവറായവർ, അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്നവരുണ്ട്. ഇതൊക്കെ നമ്മൾ പറയേണ്ടതില്ലല്ലോ. ഒരുപാട് വ്യത്യസ്തമാണ് വിഷമങ്ങൾ കടന്നു വരുന്നത്. ഓരോരുത്തരുടെ ജീവിതത്തിലും വ്യത്യസ്തമായ രീതിയിലൂടെ അങ്ങനെ ഉള്ളവർ ഒരു തസ്ബീഹ് എടുത്തുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിച്ചു നോക്ക്. റഹ്മാനായ റബ്ബ്, കാരുണ്യവാനായ അല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. പടച്ചവനെ, ഖാലിഖായ റഹ്മാനെ, ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനുകളും അദ്കാറുകളും സലവാത്തുകളെല്ലാം ഞങ്ങൾ ഇരുലോക വിജയങ്ങളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹു അവകളെ കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഇതിന്റെ എല്ലാവിധ തവാബ് ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോടെ ഖബർ
ഖബറുകളിൽ എത്തിക്കണേ അല്ലാ. അവരുടെ ഖബറടങ്ങൾ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹുവേ സകലതിനെയും നീ കാക്കണേ റഹ്മാനെ. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് പേര് ഞങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അവിടെ എല്ലാ ഹലാലായ മുറാദുകളും നീയാണ് റബ്ബേ അറിയുന്നവൻ. നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, അവർ ഏതൊരു ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്, അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അതിലൊരാളെ നീ നിരാശപ്പെടുത്തല്ലേ അല്ലാ. അതിൽ രോഗികളുണ്ട് റഹ്മാനെ, നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ട് അല്ലാ, വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ. അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലുമുള്ളവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവിടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ പലരും രോഗികളാണ് അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവകളെല്ലാം നീ ശിഫയാക്കണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞങ്ങൾ ചെല്ലുന്ന സലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാകാൻ ഒരു കാരണമാക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഈ മജ്‌ലിസുകളിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ഈ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. തന്ന ശരീരത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. തന്ന സന്താനങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാഹുവേ, അവർക്കെല്ലാം സാലിഹായ സന്താനങ്ങൾ നൽകണേ അല്ലാ. സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാ. സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാ. പടച്ചവനെ ഖാലിഖായ റബ്ബേ, കരുണയുള്ള റഹ്മാനേ, ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ അല്ലാ. അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ അല്ലാ. അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ. അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ നീ അവർക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് അവരെ കാക്കണേ അല്ലാ. പടച്ചവനെ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. റബ്ബേ, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. ഉള്ള സമ്പത്തിൽ വർദ്ധനവ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ദുനിയാവും ആഖിറവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.